ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം UN രക്ഷാസമിതിയിൽ പാസ്സായി. വീറ്റോ ചെയ്യാതെ അമേരിക്ക വിട്ടുനിന്നു. ഇസ്രായേലിന്റെ എതിർപ്പ് അവഗണിച്ചാണ് അമേരിക്ക പ്രമേയം വീറ്റോ ചെയ്യാതെ വോട്ടിംഗിൽ നിന്ന് മാറി നിന്നത്. MCA നാസർ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. MCA, ഈ റമദാൻ മാസത്തിൽ കൊടിയാതനകൾ അനുഭവിക്കുന്ന ഗസക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. ആരൊക്കെയാണ് ഇത് UN-ൽ ഈ പ്രമേയം കൊണ്ടുവന്നത്? എങ്ങനെയാണിത് അംഗീകരിക്കപ്പെട്ടത്? ഇനി എന്തൊക്കെയായിരിക്കും അനന്തര സാധ്യതകൾ? സൈഫുദ്ദീന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് UN രക്ഷാസമിതി ഈ പ്രമേയം പാസാക്കി എന്നത്. കാരണം പിന്നിട്ട ഏതാണ്ട് 5.5 മാസത്തിലധികമായി തുടരുന്ന യുദ്ധം, 32,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ട യുദ്ധം, ഏതാണ്ട് 3,50,000-ത്തിലധികം പേർക്ക് പരിക്കേൽക്കുന്നതിന് ഇടയാക്കിയ യുദ്ധം, വലിയ തോതിൽ പട്ടിണി പിടിമുറുക്കിയ ഏറ്റവും ദുരിതമാർണമായ അവസ്ഥയിലൂടെ ഗസ നിവാസികൾ കടന്നു പോകുന്ന ഒരു യുദ്ധത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിസമാപ്തി താൽക്കാലികമായെങ്കിലും ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ പ്രമേയം പാസ്സാകുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇസ്രായേൽ തന്നെയാണ് ഇനി അടുത്ത നടപടി സ്വീകരിക്കേണ്ടത്. പക്ഷേ ഫലത്തിൽ ഈ പ്രമേയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. ഹമാസിന് മാത്രം ഗുണം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണിത്. അതുകൊണ്ട് തന്നെ ഏതർത്ഥത്തിൽ ഇസ്രായേൽ ഇത് സ്വീകരിക്കുമെന്നതായിരിക്കും ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ അമേരിക്ക ഇതിൽ നിന്ന് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് കൊണ്ടാണ് ഈ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. അല്പം മുമ്പ് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. അവർ വ്യക്തമാക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്, തങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണച്ചിട്ടില്ല, വിട്ടുനിൽക്കുക ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഹമാസിനെ കുറ്റപ്പെടുത്താത്ത ഒരു പ്രമേയമാണിത്. അതുകൊണ്ട് അതിനെ പിന്തുണയ്ക്കാൻ തങ്ങൾക്ക് നിർവാഹമില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് വൈറ്റ് ഹൗസ് നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് പുറപ്പെടേണ്ടതായിരുന്നു. അത് റദ്ദാക്കിയതായിട്ട് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള യോവ് ഗാലന്റ് ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അദ്ദേഹം നാളെ വൈകിട്ട് US പ്രതിരോധ സെക്രട്ടറിയെ കാണുന്നുണ്ട്. ഏതായാലും ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം ഇസ്രായേൽ ഇത് അംഗീകരിക്കുമോ ഇല്ലേ എന്നതാണ്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരേണ്ടതുണ്ട്. പക്ഷേ അന്തർദേശീയ ചട്ടപ്രകാരം ഒരു UN രക്ഷാസമിതി ഔദ്യോഗികമായിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നടപ്പാക്കാൻ രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് നടപ്പാക്കുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് വേണമെങ്കിൽ നീങ്ങാൻ സാധിക്കും. പക്ഷേ അമേരിക്ക സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അടുത്ത ഈ റമദാനിൽ മാത്രമെന്ന് പറഞ്ഞാൽ വെറും 2 ആഴ്ചക്കാലം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിനിടയിൽ ഒരു വെടിനിർത്തൽ സാഹചര്യം രൂപപ്പെടുകയും അതിലൂടെ ഒരു തുടർച്ചയായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള സമാധാനത്തിലേക്ക് നീങ്ങാൻ വഴിയൊരുങ്ങണം എന്നാണ് പ്രമേയം വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കണം എന്ന. ഇപ്പോൾ വിദേശകാര്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെ ഒരു കരട് പാസ്സാക്കിയെടുക്കാൻ തന്നെയെങ്കിലും കഴിഞ്ഞ അത്രമേൽ ആശ്വാസം. അപ്പോൾ ഈ അമേരിക്ക, ഇതുവരെ വീറ്റോ ചെയ്തിരുന്ന അമേരിക്ക ഒരു മനംമാറ്റം എന്നുള്ള നിലയ്ക്ക് മാറി നിൽക്കാൻ തയ്യാറാകുന്ന ഒരു നിലപാടിനെ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ഇനി ഇതിനെ ഇസ്രായേലും ഒപ്പം ഹമാസും, കാരണം നിരുപാധികം ഈ ബന്ദികളെ വിട്ടയക്കണം എന്നുള്ളൊരു ക്ലോസ് അതിനകത്തുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇത് സമ്മതിക്കുകയും വേണം. അപ്പോൾ എത്ര കണ്ട് ഇത് സാധ്യതയുണ്ട്? എങ്ങനെ കാണുന്നു താങ്കൾ ഇന്നത്തെ UN-ലെ നീക്കങ്ങൾ? തീർച്ചയായും വെടിനിർത്തൽ ശുഭോദർക്കമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ശാശ്വത സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്, ഒരു ക്രിയാത്മക ചുവടുവയ്പ്പാണല്ലോ ഐക്യരാഷ്ട്രസമിതിയുടെ ഭാഗത്ത് നടക്കുന്ന ചർച്ചകളും അതേ തുടർന്ന് ഉണ്ടാകുന്ന ഒരു സമവായത്തിന്റെ ഫലമായി എത്തപ്പെടുന്ന ഒരു വെടിനിർത്തൽ കരാറും. 6 പ്രാവശ്യമെങ്കിലും ഐക്യരാഷ്ട്ര സംഘടനയിൽ ഈ പ്രമേയം ചർച്ചയ്ക്ക് വരികയും ഓരോ പ്രാവശ്യവും എന്തെങ്കിലും തൊടുന്യായം പറഞ്ഞുകൊണ്ട് അമേരിക്ക, പല രാജ്യങ്ങൾ കൊണ്ടുവരുന്ന വെടിനിർത്തൽ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുകയും ചെയ്യുന്ന പതിവാണ് നമ്മൾ കണ്ടത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച കണ്ടത് തികച്ചും വിരുദ്ധമായ ഒരു കാര്യമാണ്. അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വീറ്റോ ചെയ്യുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. അപ്പൊ സമാധാനം ഒരു മരീചികയായി മാറുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ റമദാൻ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നത്. വെടിനിർത്തൽ സാധ്യമായി എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല. വെടിനിർത്തൽ പ്രമേയം അംഗീകരിക്കപ്പെട്ടു. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്ത്രപരമായ ഒരു വിട്ടുനിൽക്കലാണ് ഇവിടെ ഉണ്ടായത്. നമുക്കറിയാം, 15 അംഗ രക്ഷാസമിതിയിൽ 5 സ്ഥിര അംഗങ്ങൾ എല്ലാവരും ചേർന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഒരു പ്രമേയം പാസ്സാകൂ. ഏതെങ്കിലും ഒരു രാജ്യം ആ പ്രമേയത്തിനെതിരായി 5 രാജ്യങ്ങളിൽ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ, ഈ 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം വേറിട്ട് വോട്ട് ചെയ്താൽ, എതിർത്ത് വോട്ട് ചെയ്താൽ ആ പ്രമേയം പരാജയപ്പെടും. ഇവിടെ അമേരിക്ക സ്വാഭാവികമായും എതിർത്ത് വോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇതുവരെയുള്ള നിലപാടുകൾ നോക്കിയാൽ ഇസ്രായേൽ അത്ര സ്വീകാര്യമല്ലാത്തതും, എന്നാൽ പൊതുവെ പറയുമ്പോൾ പലസ്തീൻ ജനതയ്ക്ക്, പ്രത്യേകിച്ചും ഹമാസിനും അവിടുത്തെ ആ ഒരു ഗസയിലെ ജനതയ്ക്കും ആശ്വാസമാകുന്ന വെടിനിർത്തൽ
അത് സ്വാഭാവികമായും ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ അമേരിക്ക ഒരു പക്ഷേ വീറ്റോ ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് മാറി നിന്നു എന്ന് പറയുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ അറബി ഇസ്ലാമിക ലോകത്തിന്റെ വിരുദ്ധ ചേരിയിലായി അമേരിക്ക എന്ന് അറിയപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. അല്ലാതെ ഇസ്രയേലിനോടുള്ള സ്നേഹം ഒരു വശത്തും മറ്റ് അറബ് രാജ്യങ്ങളോടുള്ള ട്രഡീഷണൽ സൗഹൃദം മറുവശത്തും ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ആ ബാലൻസിങ് പോയിന്റ് എപ്പോഴും ഇസ്രയേലിനോട് അനുകൂലമായ ഫൈനൽ വേർഡിക്റ്റിൽ എത്തി നിന്നതുകൊണ്ടാണ് ഇത്രയും കാലം വെടിനിർത്തൽ സാധ്യമാകാതിരുന്നത്. ഇനിയിപ്പം അമേരിക്കൻ നയതന്ത്രം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യോവ് ഗാലന്റിനെയും കൺവിൻസ് ചെയ്യുകയും ഈ വെടിനിർത്തൽ ഇസ്രയേൽ കൂടി അംഗീകരിച്ചെങ്കിൽ മാത്രമേ വെടിനിർത്തൽ സാധ്യമാകൂ. യഥാർത്ഥത്തിൽ വെടിനിർത്തേണ്ടത് ഇസ്രയേലാണല്ലോ. ഹമാസിന്റെ ഭാഗത്തുനിന്ന് അംഗീകാരം ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും, പക്ഷെ ഹമാസിന്റെ ഭാഗത്തുനിന്നും ചില നിബന്ധനകൾ UN രക്ഷാസമിതി വെച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉടനൊരു വെടിനിർത്തൽ ഉണ്ടാകണം. രണ്ട്, ഈ ബന്ദികളെ കൈമാറ്റം ചെയ്യണം. ഹമാസ് ബന്ദികളെ കൈമാറ്റം ചെയ്യാൻ വിസമ്മതിച്ചാലോ വെടിനിർത്താൻ ഇസ്രായേൽ വിസമ്മതിച്ചാലോ ഈ പ്രമേയം മരീചികയായി മാറും. അപ്പോൾ ആ പ്രമേയത്തിന്റെ അന്തസത്ത എടുത്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ പ്രിൻസിപ്പൽ ഒരു സംവിധാനമായ ഓൾ ഫോർ വൺ ആൻഡ് വൺ ഫോർ ഓൾ, ഈ സംവിധാനമാണല്ലോ കളക്ടീവ് സെക്യൂരിറ്റി. ശരി, വ്യക്തമാണ് മോഹൻ വർഗീസ്. നന്ദി. ഘട്ടത്തിൽ പ്രതികരിച്ചത് MCA നാസറിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. MCA, ഈ അമേരിക്കയുടെ ഇടപെടൽ എത്ര കണ്ട് ആത്മാർത്ഥതയുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് സമ്മതിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി അമേരിക്കയുടെ ഭാഗത്ത് മാത്രം നിക്ഷിപ്തമാണല്ലോ. വളരെ പെട്ടെന്ന്, അതായത് ഈ രാവിലെ തന്നെ ഇസ്രായേലിന്റെ ഒരു പ്രതികരണം ഇതിനോടുള്ളത് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? MCA നാസറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. UN രക്ഷാസമിതിയിൽ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം പാസ്സായിരിക്കുന്നു. ഇതുവരെ ഇത്തരം പ്രമേയങ്ങളെ വീറ്റോ ചെയ്തിരുന്ന സ്ഥിരാംഗമായ അമേരിക്ക വിട്ടു നിന്നതും കൂടിയാണ് ഇപ്പോൾ രക്ഷാസമിതിയിൽ ഇങ്ങനെ ഒരു പ്രമേയം അംഗീകരിക്കപ്പെടാൻ കാരണമായത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും പ്രതികരണം നിർണായകമാണ്. വരും മണിക്കൂറുകളിൽ ഇതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് MCA നാസർ.